ഹായ് ഡിയേഴ്സ്, SSLCയുടെ പരീക്ഷാഫലം ഒരു മണിക്കൂറിനകം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സ്കൂൾ വാർത്ത എന്ന നവമാധ്യമ വാർത്താ ചാനൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഓൺലൈൻ വാർത്താ ചാനലാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ വാർത്ത ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. തീർച്ചയായും ഇത്ര വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് SSLCയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും +1 കഴിഞ്ഞ് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, +1 റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിലും നിങ്ങൾ രണ്ടുപേർക്കുമുള്ള ഷുവർ പ്ലസിൻ്റെ ബുക്ക് നിലവിൽ അവൈലബിൾ ആണ്. താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. 8075125031. എന്താണ് ഷുവർ പ്ലസ് ബുക്ക് എന്നറിയാത്തവർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഷുവർ പ്ലസ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ആ രഹസ്യ താക്കോൽ എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ ഈ ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ ഞാൻ വെച്ച് പഠിച്ചോനെ ഒരു മണിക്കൂർ കൊണ്ട് ഫലം വരുന്നോ. അപ്പോൾ ഞാൻ സംഗതി എന്താ വെച്ചാൽ ഈ ഡയലോഗ് മാത്രമല്ല ഞാൻ വായിച്ചത്, ഞാനത് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് വായിച്ചപ്പോഴേ എനിക്കൊരു ഐഡിയ കത്തിയത്. മീൻസ് അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പം പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളോടത് പറയാൻ കേട്ടോ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. PRD ചേംബറിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫലം പ്രഖ്യാപിക്കുക എന്ന് സൂചനയുണ്ടെങ്കിലും കൃത്യമായ സമയം വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ പുറത്തുവിടും. മന്ത്രിയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം വിവിധ വെബ്സൈറ്റുകളിൽ ഫലം പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം തുടങ്ങി 1 മണിക്കൂറിനകം വെബ്സൈറ്റുകൾ വഴി ഫലം പരിശോധിക്കുവാൻ കഴിയും. സോ മെയ് 9 റിസൾട്ട് മന്ത്രി പ്രഖ്യാപിക്കുന്നത് 2 മണിക്കാണെങ്കിൽ 3 മണിക്കായിരിക്കും നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. മന്ത്രി 3 മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കായിരിക്കും കിട്ടുക. അതായത് റിസൾട്ട് 1 മണിക്കൂറിനകമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ തമ്പനയിൽ ഇവർ കൊടുത്തത് എന്താ? SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം 1 മണിക്കൂറിനകം ഫലം ലഭ്യമാകും. പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് എന്നത്തെ കാര്യമാണ് പറയുന്നത്? മെയ് 9 കാര്യമാണ്. ഇന്ന് എനിക്ക് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇന്നല്ല, മെയ് 9 ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് ആണ് മന്ത്രി പ്രഖ്യാപിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത 1 മണിക്കൂറിനകം നിങ്ങൾക്ക് ഫലം വിവിധ സൈറ്റുകളിലൂടെ കാണുവാൻ സാധിക്കും. സോ അത്ര മാത്രമേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട, വെപ്രാടിക്കണ്ട. അപ്പോൾ നീറ്റ് പരീക്ഷ കണ്ടില്ലേ, ടഫാണ് എക്സാം. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫിസിക്സൊക്കെ നല്ല രീതിയിൽ ടഫാണ്. പക്ഷേ ആ ടഫ് എന്ന് പറയാത്ത കുട്ടികൾ ഇപ്പോൾ കേരളത്തിലില്ല. വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികളും പറയുന്നത് ഒരേ സ്വരത്തിൽ ഫിസിക്സ് പോലെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ടഫായി തോന്നിയെന്നാണ്. സോ എല്ലാവർക്കും ടഫാകുമ്പോൾ അതെല്ലാവർക്കും ഒരു പരിഗണന ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് അത് ഏത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആരും ടെൻഷൻ അടിക്കേണ്ട. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ A to Z സൊല്യൂഷൻസുമായി MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സോ അലോട്ട്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് MS സൊല്യൂഷൻസ് +1 എന്ന് പറയുന്ന ചാനലിലൂടെ ആയിരിക്കും. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഫുൾ A+ കിട്ടുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.